ബ്രഹ്മപുത്രക്ക് മധ്യേയുള്ള ഓരോ ദ്വീപും ചെറിയ ഉദ്യാനമാണ്. പുറത്തുള്ള ബഹളങ്ങളിൽ നിന്ന് മാറി ശാന്തവും സുന്ദരവുമായ കൊച്ചു ഉദ്യാനങ്ങൾ. ഞങ്ങൾ ചെന്നു കയറിയിടത്ത് വിശാലമായ കൃഷിയിടങ്ങളും ചെറിയ കുടിലുകളും കന്നുകാലികളും, സ്വച്ഛന്തമായ തണുത്ത കാറ്റ്, സ്നേഹം മാത്രമുള്ള കുറേ ഗ്രാമീണ മനുഷ്യർ. എന്നാൽ മഴക്കാലം വന്നാൽ ഈ കഥ മാറും. വെള്ളത്തിന്റെ ഒഴുക്കു നോക്കി ജലനിരപ്പ് ഉയരുന്നത് ഉൾക്കിടിലത്തോടെ നോക്കിയിരിക്കുന്ന ദിവസങ്ങൾ. ദ്വീപ് പുഴയെടുത്തു തുടങ്ങിയാൽ താഴ്ന്ന ഭാഗങ്ങളിൽ ജീവിക്കുന്നവർ ഈ മൺതിട്ടകളിൽ അഭയം തേടും. മുളയും കമ്പുകളും കൊണ്ട് നിർമ്മിച്ച വീടുകളിൽ ചെറിയ തട്ടിൻപുറങ്ങൾ ഒരുക്കിയവർ വളർത്തു ജീവികളുമായി അവിടേക്ക് ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കും. അതിനിടയിലാവും ദ്വീപൊന്നാകെ പുഴക്കടിയിലേക്ക് ഊളിയിടുന്നത്. അപ്പോൾ നേരത്തെ കരുതി വെച്ച തോണികളിലും ഫെറികളിലുമായി ഈ മനുഷ്യർ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് മെയിൻലാൻഡിലേക്ക് നീങ്ങും. തിരിച്ചു വരുമോ എന്നൊരു ഉറപ്പ് പോലുമില്ലാതെ. പിന്നീട് വെള്ളമിറങ്ങുന്നത് വരെ ബന്ധുവീടുകളിൽ കാത്തിരിപ്പാണ്. വെള്ളമിറങ്ങി തുടങ്ങിയാൽ ദ്വീപ് ബാക്കിയുണ്ടെങ്കിൽ മാത്രം തിരിച്ചു വരാം. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ. ഓരോ വർഷക്കാലത്തും പുതുവഴിയിലൂടെ ഒഴുകിപ്പരക്കുന്ന ബ്രഹ്മപുത്രയെ പോലെ തന്നെ ഇവിടുത്തെ മനുഷ്യജീവിതവും പല വഴി ഒഴുകിപ്പോകുന്നു. ഓരോ പ്രളയം കഴിയുമ്പോഴും പല നാട്ടുകാരും പലയിടങ്ങളിലായി ചിതറിപ്പോയിട്ടുണ്ടാവും.